ഒരു യുവതിയെ വിവാഹം കഴിക്കാൻ രണ്ട് യുവാക്കൾ, എന്തായിരിക്കും ഫലം? രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. യുവതിയെ തനിക്ക് വേണമെന്ന് ഒരാൾ പറയുമ്പോൾ മറ്റേയാൾ ഒരു കാരണവശാലും അത് നടക്കില്ല, ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി ഞാൻ കല്യാണം കഴിക്കും എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പറഞ്ഞു വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇവിടെ ഈ വധു ആകാൻ നിൽക്കുന്ന പെൺകുട്ടി, യുവതി, തനിക്ക് ആരെ വേണം എന്നിട്ട് പറയുന്നുമില്ല. ഈ രണ്ട് വരന്മാരിൽ താൻ ആരെയാണ് സ്വീകരിക്കുക, അല്ലെങ്കിൽ ആരോടാണ് തനിക്ക് പ്രേമം, പ്രിയം, പ്രണയം എന്ന് പെൺകുട്ടിയൊട്ട് വെളിപ്പെടുത്തുന്നില്ല. ഇതാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിൽ SDPA കൂട്ടുചേരാൻ UDFും LDFും തമ്മിൽ പൊരിഞ്ഞ തല്ല് നടക്കുകയാണ്. രണ്ടുപേർക്കും SDPAയോടുള്ള മുഹബത്ത് പെരുത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ ആരോടാണ് തനിക്ക് പ്രണയമെന്ന് SDPA വെളിപ്പെടുത്തുന്നില്ല, ഒരു തീരുമാനം പറയുന്നില്ല. UDFിനെ വേണമോ അതോ LDF മതിയോ എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം SDPA കാണിക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇത് ഇടതുപക്ഷത്തിന് വലിയ ദോഷകരമായി ഭവിച്ചിരിക്കുകയാണ്. അത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആ ഭരണവിരുദ്ധ വികാരം ഏറ്റവും നന്നായി പ്രതിഫലിച്ചത്. അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സഹതാപ തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF ജയിച്ചു എന്ന ഒരു നരേറ്റീവ് ആഖ്യാനം ഉപയോഗിച്ച് LDF പ്രതിരോധിക്കുകയായിരുന്നു. CPM അതിശക്തമായ സൈബർ ന്യായീകരണങ്ങളിലൂടെ ആ രണ്ട് പരാജയത്തെയും പ്രതിരോധിച്ചു. പക്ഷേ നിലമ്പൂരിൽ അതൊന്നും പറയാൻ കഴിഞ്ഞില്ല. അത് പറയാൻ മാത്രമുള്ള ഒന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, നിലമ്പൂരിൽ വോട്ട് ശതമാനവും വലിയ രീതിയിൽ കുറഞ്ഞു. CPMന് വേണ്ടി അവരുടെ മുന്നണി പോരാളി M സ്വരാജാണ്, നിലമ്പൂരുകാരൻ കൂടിയായ M സ്വരാജാണ് മത്സരിച്ചത്. അദ്ദേഹം താമസിക്കുന്ന വാർഡിൽ, അദ്ദേഹം താമസിക്കുന്ന ബൂത്തിൽ പോലും അദ്ദേഹം വളരെ പുറകിലായിപ്പോയി എന്നതാണ് സത്യം. നാഴികയ്ക്ക് 40 വട്ടം സംഘപരിവാറിനെയും മറ്റും തെറി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട്, രാഷ്ട്രീയമായി വേട്ടയാടിക്കൊണ്ട് അതിശക്തമായ വാഗ്ധോരണികളാൽ ഒരു പ്രപഞ്ചം തന്നെ തീർക്കുന്ന ആളാണ് M സ്വരാജ്. എന്നിട്ടും ആ M സ്വരാജിന് നിലമ്പൂരിൽ ജയിച്ചു കയറാനായില്ല, നാണം കെട്ട് മടങ്ങേണ്ടി വന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് പറഞ്ഞതുപോലെ ഇക്കുറി UDFനാണ്. അത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് LDFനെ അങ്കലാപ്പിലാക്കുന്നത്. കൂടാതെ മറുവശത്ത് BJP ക്രമാനുഗതമായി വളരുന്നു. BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായി. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു. 2 മുനിസിപ്പാലിറ്റികളിൽ, അതിൽ ഒന്നിൽ ഭരണം നിലനിർത്തി പാലക്കാട്, മറ്റൊന്ന് തൃപ്പൂണിത്തറ. അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭരണം പിടിച്ചെടുത്തു. LDFനും UDFനും കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നിരവധി പഞ്ചായത്തുകൾ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നുണ്ട്. ഇതാണ് UDFനെയും LDFനെയും ഒരുപോലെ വേവലാതിയിലാക്കുന്നത്. അതിനാൽ തന്നെ കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ വേണ്ടിയാണ് രണ്ടു കൂട്ടരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി UDF മുസ്ലിം ലീഗ് വഴി ജമാഅത്ത് ഇസ്ലാമിയെയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെയും ഒപ്പം കൂട്ടി. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മുഖമാണ് SDPA എന്ന് പരക്കെ അറിയപ്പെടുന്നു. അങ്ങനെയുള്ള SDPAയെ എങ്ങനെയെങ്കിലും പാളയത്തിലെത്തിക്കാനാണ് കോൺഗ്രസും UDF നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ വോട്ട് BJPക്കെതിരെ
അതായത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ രണ്ടാമതെത്തുന്ന സ്ഥാനാർത്ഥി അത് LDFിൻ്റെ ആണെങ്കിൽ LDFിൻ്റെ, UDFിൻ്റെ ആണെങ്കിൽ UDFിൻ്റെ കൊടുക്കും എന്നാണ് SDPI പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്കുറി അതിനൊക്കെ എന്തുകൊണ്ടോ മാറ്റം വന്നു. മഞ്ചേശ്വരത്ത് BJPയും മുസ്ലിം ലീഗും തമ്മിലാണ് മത്സരം. അവിടെ SDPI ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ഒടുവിൽ പാണക്കാട് തങ്ങളുടേതടക്കമുള്ള നിർബന്ധത്തിന് വഴങ്ങി സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് അവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അതായത് AKM അഷ്റഫ് എന്ന സ്ഥാനാർത്ഥിയാണ് ലീഗിന് വേണ്ടി അവിടെ മത്സരിക്കുന്നതെങ്കിൽ SDPIക്ക് വേണ്ടിയും മറ്റൊരു അഷ്റഫാണ് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പാണക്കാട് തങ്ങളുടെയും ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പത്രിക പിൻവലിച്ച അഷ്റഫ് പക്ഷേ ഉടൻ തന്നെ SDPIയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ നേമത്തെ സ്ഥാനാർത്ഥി CPMൻ്റെ നിലവിലെ MLA ശ്രീ ശിവൻകുട്ടി SDPIയുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ SDPI അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. അവിടെയും ഇവിടെയുമൊക്കെ SDPIയുടെ ചില നേതാക്കൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മാറി മാറി LDFിനും UDFിനും വോട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും SDPI ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതാണ് രണ്ട് മുന്നണികളെയും അങ്കലാപ്പിലാക്കുന്നത്. SDPIക്ക് ചില മണ്ഡലങ്ങളിൽ ആൾക്കാരെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയുന്ന വോട്ടുണ്ട്. ഉദാഹരണത്തിന് നേമത്ത് SDPIയുടെ വോട്ട് ചിതറിപ്പോയാൽ തീർച്ചയായിട്ടും BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലക്കാടും സമാനമാണ് സ്ഥിതി. മഞ്ചേശ്വരത്തും കാസർഗോഡും എടുത്തു പറയേണ്ടതില്ല. ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും മലബാറിൽ മുസ്ലിം ലീഗിനാണ് സ്വാധീനമെങ്കിൽ തെക്കൻ ജില്ലകളിൽ SDPIക്ക് പല മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ട് സ്വാധീനിക്കാനുള്ള സമാഹരിക്കാനുള്ള ശക്തിയും കഴിവുമുണ്ട്. അത് കാണാതിരുന്നുകൂടാ. ഇതാണ് LDFിനെയും UDFിനെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. രണ്ടു കൂട്ടരും RSSനെയും BJPയെയും അതിരൂക്ഷമായി വിമർശിച്ചും കുറ്റപ്പെടുത്തിയും രംഗത്തെത്തിയിരിക്കുന്നത് ഈ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ആരാണ് കൂടുതൽ വിമർശിക്കുന്നത് എന്ന മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. VD സതീശനും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഒട്ടും തന്നെ ഇക്കാര്യത്തിൽ പിന്നിലല്ല. രണ്ടുപേരും മത്സരിച്ച് മുന്നേറുന്നുണ്ട്. എന്നാൽ SDPI മനസ്സ് തുറക്കാത്തത് രണ്ടു കൂട്ടരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. SDPIയുടെ പിന്തുണ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പോകും എന്ന് ഞാനും കരുതുന്നില്ല. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ദുർബലമായ സ്ഥലത്ത് BJP ജയിക്കാതിരിക്കാൻ അവർ LDFിന് വോട്ട് ചെയ്യും. മറിച്ചും അതായത് LDF ദുർബലമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് തീർച്ചയായിട്ടും UDFിന് പോകും. നമ്മളത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം വിജയിച്ച ഉടൻ തന്നെ അവിടെ ഏറ്റവും വലിയ പ്രകടനം നടത്തിയത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും ചേർന്നാണ്. മുസ്ലിം ലീഗോ കോൺഗ്രസോ അല്ല അവിടെ പ്രകടനത്തിന് ആദ്യം എത്തിയത്. ഇത് കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. SDPI ഔദ്യോഗികമായി എന്തെങ്കിലും ഒന്ന് പറയുന്നത് വരെ LDFിനും UDFിനും ആശങ്കപ്പെടാനുള്ള അവകാശമുണ്ട്. അത് ആരും ചോദ്യം ചെയ്യില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.